പൃഥ്വിരാജ് ബേസിൽ ജോസഫ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയൊരു ഫാമിലി കോമഡി എന്റർടൈനർ ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ മികച്ച ഒരു ട്രെയിലർ തന്നെയായിരുന്നു ചിത്രത്തിന്റെ ടീം ഇന്നലെ പുറത്തുവിട്ടിട്ടുള്ളത്. ചിത്രത്തിന്റെ സെൻസറിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. സെൻസർ ബോർഡിൽ നിന്ന് യു സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ ഡ്യൂറേഷൻ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. 2 മണിക്കൂറും 15 മിനിറ്റുമാണ് ചിത്രത്തിന്റെ ടോട്ടൽ ഡ്യൂറേഷനായി വരുന്നത്. ചിത്രം വരുന്ന മെയ് 16 വേൾഡ് വൈഡ് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്താനിരിക്കുന്നത്. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെ ഇനിയും പുറത്തിറങ്ങാനിരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ്. ലൂസിഫറിന്റെ 2ാം ഭാഗമായി വരാനിരിക്കുന്ന എമ്പുരാൻ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് അപ്ഡേറ്റുകളൊക്കെ വന്നിരിക്കുകയാണ്. ചിത്രത്തിന് ഇനിയുള്ള ഷൂട്ടിംഗ് ഇനി വരുന്ന വീക്കിൽ നടക്കുന്നതാണ്. ചിത്രത്തിന്റെ മെയിൻ ലൊക്കേഷനായി വരുന്നത് അബുദാബി, ട്രിവാൻഡ്രം, ഗുജറാത്ത് എന്നൊക്കെ ആയിരിക്കുമെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. ഏകദേശം സെപ്റ്റംബർ മിഡ് വരെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ഫാന്റസി ചിത്രമാണ് ബാറോസ് എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം വരുന്ന സെപ്റ്റംബർ 12 ഓണം പ്രമാണിച്ച് റിലീസിനെത്തുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം ബിഗ് ബഡ്ജറ്റിലായി വലിയ രീതിയിലുള്ള ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചാണ് പുറത്തിറങ്ങാൻ പോകുന്ന ഒരു കാര്യം ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. മികായൽ എന്ന ചിത്രത്തിൽ മുഴുനീളം നിന്നിരുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയായിരുന്നു ഉണ്ണിമൂന്തന്റെ മാർക്കോ എന്ന ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്പിൻ ഓഫ് ചിത്രമാണ് മാർക്കോ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഹിന്ദിയിലുള്ള ഡബ്ബിംഗുള്ള അവകാശങ്ങൾ ഇപ്പോൾ വാം ഇന്ത്യ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഒഫീഷ്യലി തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം വലിയ ക്യാൻവാസിലും ബിഗ് ബഡ്ജറ്റിലുമാണ് ഒരുങ്ങുന്നത്. ഉണ്ണിമുന്തൻ നായകനായി തന്നെ വിഷു പ്രമാണിച്ച് തിയേറ്ററിലേക്ക് റിലീസിലെത്തി വലിയൊരു കളക്ഷൻ ഒന്നും നേടിയെടുക്കാൻ സാധിക്കാതെ പരാജയപ്പെട്ടു പോയ ചിത്രമായിരുന്നു ജയ് ഗണേഷ് എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ മനോരമ മാക്സും സാറ്റലൈറ്റ് അവകാശങ്ങൾ മഴവിൽ മനോരമ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസ് ഉടനെ തന്നെ നടക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. അമർ അക്ബർ അന്തോണി, കട്ടപ്പനയിലെ ഋതിക് റോഷൻ പോലുള്ള ചിത്രങ്ങളുടെ സംവിധായകനായിട്ടുള്ള നാദർഷ ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കുന്ന ചിത്രമാണ് വൺസ് അപ്പോൺ എ ടൈം കൊച്ചി എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൽ അർജുൻ അശോകനാണ് നായകനെ എത്തുന്നത്. ചിത്രം വരുന്ന മെയ് 31 റിലീസിനെത്തുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ശിവകാർത്തിയെ സോൾജിയറിന്റെ വേഷത്തിൽ എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അമരൻ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് നിലവിൽ നടക്കുന്നത്. സായി പല്ലവിയാണ് ഈ ഒരു ചിത്രത്തിൽ നായികയെ എത്തുന്നത്. സായി പല്ലവിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് സായി പല്ലവിയുടെ ക്യാരക്ടർ പോസ്റ്റർ ഇപ്പോൾ റിലീസിന് എത്തിച്ചിരിക്കുകയാണ്. ടൊവിനോ തോമസ് നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തി ഏറ്റവും പുതിയൊരു കളർഫുൾ എന്റർടൈനർ ചിത്രമായിരുന്നു നടികർ എന്ന ചിത്രം. ഈ ഒരു ചിത്രം ഇപ്പോഴും തിയേറ്ററിൽ 2ാം ആഴ്ചയിലോട്ട് കടക്കുമ്പോൾ 100-ലധികം തിയേറ്ററിലാണ് പിന്നിടുന്നത്. കൂടാതെ തന്നെ 210ഓളം ഷോസ് ഇപ്പോഴും ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു ഹോൾഡ് ഇപ്പോഴും ഈ ഒരു ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ്. ദളപതി വിജയ് നായകനെ ഇനി തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു കാര്യം ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിൽ ശിവകാർത്തികനും ഉണ്ടായിരിക്കുമെന്ന്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ സി തമിഴ് സ്വന്തമാക്കിയിരിക്കുകയാണ്. വിജയുടെ മെർസൽ എന്ന ചിത്രത്തിന് ശേഷം സി തമിഴ് സ്വന്തമാക്കുന്ന ദളപതി വിജയ് ചിത്രമാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രം. ദിലീപേട്ടൻ നായകനെ ഇനി റിലീസിനെത്താനിരിക്കുന്ന ഏറ്റവും പുതിയൊരു ഫാമിലി കോമഡി എന്റർടൈനർ ചിത്രമാണ് ബബ്ബ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഒക്കെ പ്രധാന വേഷങ്ങളിൽ എത്തുമെന്ന് ഒഫീഷ്യലി തന്നെ ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ചിത്രത്തിന്റെ കാസ്റ്റ് കോളിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നും ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ്. കന്നഡ ഇൻഡസ്ട്രിയിൽ തന്നെ വലിയൊരു വിജയം നേടിക്കൊടുത്തിട്ടുള്ള ചിത്രമായിരുന്നു ഋഷഭ് ഷെട്ടി നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം കാന്താര എന്ന ചിത്രം. കൂടാതെ തന്നെ കാന്താര ചിത്രത്തിന്റെ 2ാം ഭാഗത്തിന്റെ OTT അവകാശങ്ങൾ ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോസ് 125 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. വലിയൊരു റെക്കോർഡ് തുകയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോസ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ലാലേട്ടൻ നായകനെ ഇനിയും പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ലാലേട്ടന്റെ 360ാമത്തെ ചിത്രം. തരുൺ മൂർത്തിയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഓപ്പറേഷൻ ജാവ കൂടാതെ സൗദി വെള്ളക്ക പോലുള്ള സിനിമകളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള തരുൺ മൂർത്തി ഈ ഒരു ചിത്രത്തിൽ ഫർഹാൻ ഫാസിൽ ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. സുന്ദർസിയുടെ സംവിധാനത്തിൽ തമിഴിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയൊരു ഹൊറർ ചിത്രമായിരുന്നു അരമനെ ചിത്രത്തിന്റെ 4ാം ഭാഗം. ചിത്രത്തിന് വളരെ മികച്ച അഭിപ്രായമായിരുന്നു പ്രേക്ഷകരിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ചിത്രം ഇപ്പോൾ തന്നെ വേൾഡായിട്ട് 70 കോടി രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രം ഉടനെ തന്നെ 100 കോടി ക്ലബിൽ കയറുമെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ്. ടൊവിനോ തോമസ് നായകനെ ഏറ്റവും പുതിയ തിയേറ്ററിലേക്ക് റിലീസിനെത്താനിരിക്കുന്ന ചിത്രമാണ് അജയന്റെ 2ാം മോഷണം എന്ന ചിത്രം. ചിത്രം ബിഗ് ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നത്. ചിത്രത്തിന് ഏകദേശം ബഡ്ജറ്റായി 50 തൊട്ട് 55 കോടി രൂപയ്ക്ക് അടുത്തോളം വരുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. കൂടാതെ തന്നെ ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ഓണം പ്രമാണിച്ചുണ്ടാകുമെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ്. ടൊവിനോടെ വരാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും വലിയൊരു ബഡ്ജറ്റിൽ വരാനിരിക്കുന്ന ചിത്രം കൂടെയാണ് അജയന്റെ 2ാം മോഷണം എന്നുള്ളൊരു കാര്യം ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ദിലീപേട്ടൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു പവി കെയർ ടേക്കർ എന്ന ചിത്രം. ഇതൊരു ഫുൾ ടൈം കോമഡി എന്റർടൈനർ ചിത്രം തന്നെയായിരുന്നു. ചിത്രത്തിന് വളരെ മികച്ച അഭിപ്രായമായിരുന്നു പ്രേക്ഷകരിൽ നിന്ന് എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. മിക്കവർക്കും ഉള്ള ഒരു സംശയം തന്നെയായിരുന്നു പവി കെയർ ടേക്കർ എന്ന ചിത്രം വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുള്ള ഡൗട്ട്. ഈ ഒരു ചിത്രം ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം 7.5 കോടി രൂപയ്ക്ക് അടുത്തോളം ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട്. വേൾഡ് വൈഡ് കളക്ഷൻ വരുമ്പോൾ ഏകദേശം 11 കോടി രൂപയ്ക്ക് അടുത്തോളം ചിത്രത്തിന് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ബഡ്ജറ്റായി ഏകദേശം 9 കോടി രൂപയോളം ആണ് വരുന്നത്. ചിത്രം തിയേറ്ററുകൾ
കളക്ഷനിലൂടെ മാത്രം ഏകദേശം 11 കോടി രൂപ സ്വന്തമാക്കിയതുകൊണ്ട് തന്നെ റിക്കവർ ചെയ്തിട്ടുണ്ട് ചിത്രത്തിന്റെ ഏകദേശം ബഡ്ജറ്റ്. കൂടാതെ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ ഏകദേശം 9 കോടി രൂപയ്ക്ക് അടുത്തോളമാണ് വിറ്റിട്ടുള്ളത്. ചിത്രത്തിന്റെ തിയേറ്ററുകളുടെ കളക്ഷനിലൂടെ മാത്രം 11 കോടി രൂപ കിട്ടിയതുകൊണ്ട് തന്നെ ചിത്രം ലാഭം നേടിയിരിക്കുകയാണ്. കൂടാതെ ടോട്ടൽ ബിസിനസ് തന്നെ നോക്കുമ്പോൾ ഏകദേശം OTT മാത്രം വിറ്റതിലൂടെ തന്നെ 20 കോടി രൂപയ്ക്ക് അടുത്തോളം ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. തിയേറ്ററുകളുടെ കളക്ഷനിലൂടെ പറയുമ്പോൾ ചിത്രം പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ചിത്രത്തിന്റെ ടോട്ടൽ ബിസിനസ് നോക്കുമ്പോൾ ടോട്ടൽ ബിസിനസ്സിലൂടെ പറയുകയാണെങ്കിൽ പവി കെയർടേക്കർ എന്ന ചിത്രം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ വലിയ രീതിയിലുള്ള വിജയമായി മാറിയിട്ടുള്ള ചിത്രമായിരുന്നു പ്രഭാസ് നായകനായിട്ടുള്ള ബാഹുബലി എന്ന ചിത്രം. SS രാജമൗലി ആയിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത്. ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ടായാലും സെക്കൻഡ് പാർട്ടായാലും വലിയ രീതിയിലുള്ള ഒരു വിജയം തന്നെയായിരുന്നു എല്ലാ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന് വേണ്ടി എല്ലാവരും തന്നെ കാത്തിരിക്കുകയായിരുന്നു. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ കുറച്ച് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. SS രാജമൗലിയുടെ ബാഹുബലി ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ കുറച്ച് അപ്ഡേറ്റുകൾ, റൂമർ ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത്. രാജമൗലിയുടെ വൺ ഓഫ് ദി സ്പെഷ്യൽ സിനിമ തന്നെയാണ് ബാഹുബലി എന്നും, കൂടാതെ തന്നെ ബാഹുബലിയുടെ മൂന്നാം ഭാഗം വരികയാണെങ്കിൽ അതൊരു മികച്ച സിനിമ തന്നെയായി എടുക്കാൻ തന്നെയാണ് താൻ പ്ലാൻ ചെയ്യുന്നതെന്നും, കൂടാതെ തന്നെ RRR ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ട് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം ബാഹുബലിയുടെ മൂന്നാം ഭാഗത്തെ പറ്റി ചിന്തിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. കൂടാതെ തന്നെ പ്രഭാസുമായിട്ട് ബാഹുബലിയുടെ മൂന്നാം ഭാഗത്തെ പറ്റി സംസാരിക്കുന്നുണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റൂമറുകളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ബാഹുബലി ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാഹുബലി ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം.